ഗൈസ് കൺഫ്യൂഷൻ ഗൈസ് ഞാൻ നിങ്ങൾക്കൊരു ടാസ്ക് തരാം കേട്ടോ. വീഡിയോയുടെ അവസാനമാകുമ്പോഴേക്കും എന്താണ് ടാസ്ക് എന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു രക്ഷയില്ല, ഞാൻ കുറേ ആലോചിച്ചു, തല പുകഞ്ഞിരിക്കുക. സാംസങ് ഗാലക്സി M13 5G. M13 സീരീസിൽ രണ്ട് ഫോണുണ്ട്, M13ഉം M13 5G. ഒരെണ്ണം 4G ആണ്, 5G ആണ്. കുറച്ച് വ്യത്യാസങ്ങളുണ്ട്, പറഞ്ഞുതരാം. പെട്ടിക്കകത്ത് സ്മാർട്ട് ഫോൺ, 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ, ഒരു USB Type-C to Type-A കേബിൾ, പേപ്പർ വർക്ക്സ്, സിം എജക്ടർ ടൂൾ. M13 5G 11 5G ബാൻഡുകളോട് കൂടിയാണ് വരുന്നത്. ആൻഡ് ഇതിനകത്തുള്ള ചിപ്സെറ്റ് Dimensity 700 ആണ്. ഒരു പ്ലാസ്റ്റിക് യൂണിബോഡി ഡിസൈനിലാണ് വന്നിരിക്കുന്നത്. മുകളിൽ നോയ്സ് ക്യാൻസലേഷൻ മൈക്രോഫോൺ, റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് സിം ട്രേ, ഒരു ട്രിപ്പിൾ സ്ലോട്ടാണ്, ഒരു മെമ്മറി കാർഡ്, 2 സിം ഇടാൻ പറ്റും. ലെഫ്റ്റ് സൈഡിലായിട്ട് വോളിയം റോക്കേഴ്സ് ആൻഡ് സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനർ. താഴെ നിങ്ങൾക്കൊരു സ്പീക്കർ കീഴിൽ USB Type-C പോർട്ട്, മൈക്രോഫോൺ ആൻഡ് 3.5mm ജാക്ക്. ഓവറോൾ സ്മാർട്ട് ഫോണിന്റെ വെയിറ്റ് ബാലൻസ്ഡ് ആണ്. അത്യാവശ്യം ചെറിയ രീതിക്ക് ഒരു തടി നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. എൻ്റെ കയ്യിലുള്ള ഈ കളർ മിഡ് നൈറ്റ് ബ്ലൂ എന്നാണ് പറയുന്നത്. പിന്നെ അക്വാ ഗ്രീൻ എന്നൊരു കളറും ഉണ്ട്. സ്റ്റാർ ഡസ്റ്റ് ബ്രൗൺ എന്ന് പറയുന്ന 3 കളേഴ്സിലാണ് ഇത് വരുന്നത്. ബാക്ക് സൈഡിലായിട്ട് 2 ക്യാമറ പമ്പ് ഉണ്ട്. 50 മെഗാ പിക്സലിന്റെ പ്രൈമറി ക്യാമറ, 2 മെഗാ പിക്സലിന്റെ ഡെപ്ത് ക്യാമറ, ഒരു ഫ്ലാഷ് ഉണ്ട്. സാംസങ്ങിന്റെ ബ്രാൻഡിങ് താഴെയുണ്ട്. ഇനി സ്മാർട്ട് ഫോണിന്റെ ഫ്രണ്ടിലേക്ക് വരുവാണെങ്കിൽ ഒരു ഡ്യൂ ഡ്രോപ്പ് നോച്ചാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് HD+ ഡിസ്പ്ലേ ആണ്. ഇതൊരു PLS LCD പാനലാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. വിത്ത് 90 Hz അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റ് ആണ് ഇതിനകത്തുള്ളത്. ആൻഡ് ചുറ്റും നമ്മൾ നോക്കുവാണെങ്കിൽ ബെസൽസ് അത്യാവശ്യമുണ്ട്. താഴെ ഒരു ചിഹ്നം നമുക്ക് കാണുന്നുണ്ട്. സാധാരണ സാംസങ് ഡിവൈസുകൾ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേയിൽ എനിക്ക് തോന്നിയത് കളേഴ്സ് കുറച്ചുകൂടി മങ്ങിയിട്ടാണുള്ളത്. നമ്മുടെ ആ ഒരു വിവിഡ് എന്ന് പറഞ്ഞൊരു മോഡൊക്കെ ഉണ്ടായില്ല. ആ ഒരു വിവിഡ് മോഡും കാര്യങ്ങളൊന്നും ഇതിൽ കണ്ടില്ല. സോ ഓവറോൾ നമ്മൾ ആ ഒരു ഡിസ്പ്ലേയുടെ കാര്യം നോക്കുവാണെങ്കിൽ സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോഴേക്കും നമുക്കൊരു മങ്ങിയ ഫീല് വരുന്നുണ്ട്. പക്ഷേ നേരെ നോക്കുന്ന സമയത്ത് അത്രയ്ക്ക് പ്രശ്നമൊന്നുമില്ല. യൂട്യൂബിലെ വീഡിയോസ് കാണുവാണെങ്കിൽ, ആൻഡ് യൂട്യൂബിലെ വീഡിയോസ് ആക്ച്വലി 1440p നമുക്ക് ഇട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. സ്റ്റക്കും കാര്യങ്ങൾ ചില ഫോണുകളിലൊക്കെ വരാറുണ്ട്. ഇതിനകത്ത് ആ ഒരു സ്റ്റക്കും കാര്യങ്ങളൊന്നും കണ്ടില്ല. സോ 1440p നമുക്ക് യൂട്യൂബിൽ വീഡിയോസ് കാണാൻ പറ്റും. ആൻഡ് 90 Hzന്റെ ഒരു റിഫ്രഷ് റേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. 120 Hz അല്ല, പ്ലസ് 90 Hz ഒരു അഡാപ്റ്റീവ് ആണ്. അതായത് എപ്പോഴും 90 അല്ല, 90-60 എന്ന് പറയുന്നത് സ്വിച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അതേസമയം M13 4G വേരിയന്റ് നോക്കുവാണെങ്കിൽ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ഫുൾ HD+ ഡിസ്പ്ലേ ഇതിനകത്തും കൊടുക്കാമായിരുന്നു. പക്ഷേ ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസിന് ആയിരുന്നൊന്നും പ്രശ്നമില്ല. അത്യാവശ്യം നല്ല ഒരു വെട്ടമുണ്ട്. പുറത്തൊക്കെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇനി അടുത്ത ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ബാറ്ററിയാണ്. M സീരീസ് പൊതുവെ മോൺസ്റ്റർ സീരീസ് എന്നൊക്കെ പറയുന്നത് മോൺസ്റ്റർ ബാറ്ററി എന്നൊക്കെയാണല്ലോ തുടങ്ങിയത്. അപ്പോൾ ഇതിനകത്ത് 5000 mAh ബാറ്ററി ഉണ്ട്. പക്ഷേ ആക്ച്വലി കയ്യിൽ ഹോൾഡ് ചെയ്യുമ്പോൾ ഒരു 5000ൻ്റെ ഒരു ഫീൽ ഇല്ല കേട്ടോ. കുറച്ച് ലൈറ്റ് വെയിറ്റ് ആയിട്ട് തോന്നിക്കുന്ന ഒരു ടൈപ്പ് ഫോം ഫാക്ടറാണ്. 5000 mAh ബാറ്ററി പ്ലസ് 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ സപ്പോർട്ടാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതേസമയം M13 4G വേരിയൻറ്റിലാണെങ്കിൽ അതിനകത്ത് 6000 mAh ഒരു ബാറ്ററി ഉണ്ട്. അതൊരു വ്യത്യാസമാണ്. അതിനകത്തും 15 വാട്ട് തന്നെയാണ്. ഓക്കെ, Dimensity 700 5G ചിപ്സെറ്റ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. Dimensity 700 എന്ന് പറയുന്നത് അത്യാവശ്യം ഡേ ടു ഡേ ടാസ്കുകൾക്ക്, അതായത് ഇപ്പോൾ നിങ്ങൾ ഫേസ്ബുക്ക്, വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉപയോഗിക്കുന്നു, കോൾ ചെയ്യുന്നു, മെസ്സേജ് അയക്കുന്നു, ഫോട്ടോസ് എടുക്കുന്നു, വീഡിയോസ് എടുക്കുന്നു, അങ്ങനത്തെ മൾട്ടി ടാസ്കിങ് കാര്യങ്ങൾക്കൊക്കെ കുഴപ്പമില്ലാത്ത പ്രോസറാണ്. പക്ഷേ ഗെയിമിംഗ് ആണ് നിങ്ങളുടെ മെയിൻ പോയിന്റ് ഓഫ് വ്യൂ എങ്കിൽ BGMI നിങ്ങൾക്ക് സ്മൂത്ത് അൾട്രയിലും അതേപോലെ HDയിൽ ഹൈയിലും മാത്രമാണ് കളിക്കാനായിട്ട് പറ്റുന്നത്. സോ ഗെയിമിംഗ് പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നും നിങ്ങൾക്ക് ഈ ഒരു സെറ്റിങ്ങിലേ കളിക്കാൻ പറ്റുള്ളൂ. പക്ഷേ നോർമൽ ഡേ ടു ഡേ ടാസ്കുകൾക്കാണെങ്കിൽ 700 അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു പ്രോസറാണ്. എൻ്റെ കയ്യിലുള്ള വേരിയൻറ്റ് 6GB RAM 120GB ഇന്റർണൽ സ്റ്റോറേജ് ഉള്ള വേരിയൻ്റ് ആണ്. പ്ലസ് സാംസങ് ഡിവൈസുകളിൽ നമ്മൾ കാണുന്ന ഒരു RAM പ്ലസ് ഫീച്ചർ, അഥവാ RAM കൂട്ടുന്ന ഒരു ഫീച്ചർ ഇതിനകത്തുണ്ട്. അവർ പറയുന്നത് അപ് ടു 6GB ആണ് കൂട്ടാൻ പറ്റുന്നത്. സോ ഓവറോൾ എഫക്റ്റീവ് RAM എന്ന് പറയുന്നത് 12GB ആണ് അവർ കാണിക്കുന്നത്. പക്ഷേ ആ ഒരു RAM പ്ലസിലുള്ള റാമിൽ നമുക്ക് ഹെവി ഡ്യൂട്ടി ടാസ്കുകൾക്ക് വേണ്ടിയല്ല, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ മെമ്മറിയിൽ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇന്റേണൽ മെമ്മറീനെ അത് റാമായിട്ട് മാറ്റുന്ന ഒരു പരിപാടിയാണ്. അതും ഇതിനകത്ത് ലഭിക്കുന്നുണ്ട്. ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡ് 12 വരുന്നത്. ആൻഡ് OneUI കോർ ആണ്. OneUI കോർ 4.1 വെർഷനിലാണ് ഇത് വന്നിരിക്കുന്നത്. OneUI കോർ ആയതുകൊണ്ട് തന്നെ കുറേയധികം പരിമിതികൾ ഇതിൽ നോർമൽ OneUIയിൽ നിന്നും വരുത്തിയിട്ടുണ്ട്. പക്ഷേ സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ നോക്ക് സെക്യൂരിറ്റി ഇതിനകത്ത് അവൈലബിൾ ആണ്. ആൻഡ് ഫിംഗർ പ്രിന്റ് സെൻസർ അത്യാവശ്യം ഫാസ്റ്റ് ആണ്. ഫേസ് അൺലോക്കും നമുക്ക് ഇതിനകത്ത് ലഭിക്കുന്നുണ്ട്. ഇനി കണക്ടിവിറ്റിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഡ്യുവൽ ബാൻഡ് വൈഫൈ ലഭിക്കുന്നുണ്ട്. കാരിയർ അഗ്രിഗേഷൻ്റെ ഒരു ഫീച്ചർ ലഭിക്കുന്നുണ്ട്. പക്ഷേ ഇതൊരു OneUI കോർ വേരിയന്റ് ആയതുകൊണ്ട് നമുക്ക് NFC ഇതിനകത്ത് അവൈലബിൾ അല്ല. സോ സാംസങ് പേ മിനി വെർഷനാണ് ഇതിനകത്തുള്ളത്. ഓവറോൾ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നോക്കുവാണെങ്കിൽ M സീരീസിൽ നമ്മൾ നോർമലി കാണുന്ന അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ പറ്റുന്ന കുറച്ച് ബ്ലോട്ട്വെയർസ് ഇതിനകത്ത് തനിയെ ഇൻസ്റ്റാൾ ആയി വരും. സെറ്റപ്പ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒന്ന് നോക്കിയും കണ്ടുമൊക്കെ നിങ്ങൾ ടിക്കറ്റില്ലെങ്കിൽ തനിയെ ഇൻസ്റ്റാൾ ആവും. അത് നിങ്ങളിരുന്ന് അൺഇൻസ്റ്റാൾ ചെയ്യണം. അല്ലാതെ പക്ഷേ ലോഞ്ചറിനകത്തും ഡിസ്കവർ എന്ന് പച്ചയ്ക്ക് പറഞ്ഞാൽ ആപ്പ് റെക്കമെൻഡേഷൻ ഈ ഒരു കാര്യങ്ങളും ഇതിനകത്ത് നമുക്ക് ലഭിക്കുന്നുണ്ട്. ബട്ട് M സീരീസ് ഫോൺ ആയതുകൊണ്ട് OneUI കോർ വേരിയൻ്റ് ആയതുകൊണ്ട് ഇതൊക്കെ എല്ലാ ഫോണിലും നമ്മളിപ്പോൾ കണ്ടുവരുന്നുണ്ട്. സോ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയേണ്ടവർ അൺഇൻസ്റ്റാൾ ചെയ്യേണ്ട ആപ്ലിക്കേഷൻ കളയുക. ഇനി കമ്മിങ് ടു ക്യാമറ, എൻ്റെ ക്യാമറ ലേഔട്ട് കണ്ടിട്ട് എനിക്ക് എന്തോ ഒരു
എന്തോ തോന്നുന്നുണ്ട് തന്നെ. എന്തായാലും പ്രൈമറി ക്യാമറ 50 മെഗാ പിക്സൽ, സെക്കൻഡറി ക്യാമറ 2 മെഗാ പിക്സൽ ഡെപ്ത് സെൻസറാണ്. 50 മെഗാ പിക്സലിൽ നമ്മൾ എടുക്കുന്ന ഫോട്ടോസ് അത്യാവശ്യം ഔട്ട്ഡോറിലൊക്കെ കൊള്ളാം. സാംസങ്ങിൻ്റെ ആ ഒരു പ്രോസസ്സിങ്ങും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വലിയ കാര്യമായിട്ട് കുറ്റങ്ങളൊന്നും പറയാനില്ല. ഓട്ടോ HDR ഉണ്ട്. സോ സൺലൈറ്റ് ഒക്കെ ഡയറക്റ്റ് അടിക്കുവാണെങ്കിൽ അതൊക്കെ മാനേജ് ചെയ്യുന്നുണ്ട്. ഫോട്ടോ സാമ്പിൾസ് ഒക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇൻഡോറിലും അത്യാവശ്യം ഏറെക്കുറെ ഇതേപോലൊരു പെർഫോമൻസിനാണ് ലഭിക്കുന്നത്. ഇനി 2 മെഗാ പിക്സൽ ഡെപ്ത് സെൻസർ കാരണമാണോ എന്ന് എനിക്കറിയില്ല. പോർട്രേറ്റ് മോഡുകൾ ഇതിനകത്ത് അവൈലബിൾ ആണ്. പോർട്രേറ്റ് ഫോട്ടോസും ഏകദേശം കുഴപ്പമില്ലാതെ എഡ്ജ് ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. ഓവറോൾ ആ ഒരു സാംസങ്ങിൻ്റെ ഒരു സ്കിൻ സ്മൂത്തനിങ് അല്ലെങ്കിൽ ഒരു സ്കിൻ ടോണും കാര്യങ്ങളും കുറച്ച് പോപ്പി ആയിട്ടുള്ള നോർമൽ ഫോട്ടോസ് അപേക്ഷിച്ച് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു സിഗ്നേച്ചറാണ് ഈ ഒരു ഫോണിൽ കാണാനായിട്ട് പറ്റിയത്. ഇനി വീഡിയോഗ്രാഫിയുടെ കാര്യത്തിൽ മാക്സിമം നമുക്ക് 1080p 30 FPS ആണ് എടുക്കാൻ പറ്റുന്നത്. ഒരു വീഡിയോ സാമ്പിൾ കാണാം. ഞാനിത് രണ്ടാമത്തെ വട്ടമാണ് ഇത് വീഡിയോ സാമ്പിൾ എടുക്കാനായിട്ട് വരുന്നത്. ഒരു രക്ഷയില്ലാത്ത കാറ്റാണ് ഇവിടെ. നേരത്തെ ഞാൻ വീഡിയോ എടുക്കാൻ വന്നപ്പോഴേക്കും ഒടുക്കത്ത മഴയായിരുന്നു, ഒടുക്കത്ത കാറ്റുമായിരുന്നു. ഞാൻ ഒരു സാമ്പിൾ കേൾപ്പിച്ചു തരാം കേട്ടോ. ഒന്നും കേൾക്കാൻ. സോ വീഡിയോയുടെ കാര്യം നമ്മൾ പറയുവാണെങ്കിൽ ഇതിപ്പോൾ നല്ല ക്ലൗഡി ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. അത്യാവശ്യം വെളിച്ചമൊക്കെ കുറവാണ്. ഈ ഒരു വെളിച്ചം കുറഞ്ഞ സിറ്റുവേഷനിലും ഏകദേശം കുഴപ്പമില്ലാതെ ഡൈനാമിക് റേഞ്ചും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുമാത്രമല്ലാതെ ഞാൻ കണ്ടൊരു ചെറിയ പ്രശ്നമെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്കൊരു ഫോക്കസ് ഹണ്ടിങ്ങിൻ്റെ, എപ്പോഴുമല്ല ചെറിയൊരു ഫോക്കസ് ഹണ്ടിങ്ങിൻ്റെ ഇഷ്യൂ ചിലപ്പോൾ ഞാൻ കാണാറുണ്ട്. ഫോക്കസ് ഒക്കെ അഡ്ജസ്റ്റ് ആവുന്നുണ്ട്. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ ഫോക്കസ് പിടിക്കുന്നുണ്ട്. കുഴപ്പമില്ല. ക്ലോസ് ഷോട്ട്സിൻ്റെ കാര്യത്തിലായാലും സ്കൈ കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ കുഴപ്പമില്ലാതെ മാനേജ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് മഴയത്ത് ഞാനിപ്പോൾ ചെറുതായിട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നും പറഞ്ഞത് IP റേറ്റിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. സോ നിങ്ങൾ മഴയത്തൊക്കെ ഇത് കൊണ്ടുപോയി കഴിഞ്ഞാൽ എനിക്കറിയാൻ പാടില്ല. ഞാൻ ജസ്റ്റ് എനിക്ക് വീഡിയോ എടുക്കണം എന്നുള്ളതുകൊണ്ട് ജസ്റ്റ് പുറത്ത് വന്നത് മാത്രമേ ഉള്ളൂ. സോ ഡോണ്ട് ട്രൈ ടു സിറ്റ് ഹോം. അവിടെ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. കുറേ കൊല്ലമായി നടക്കുന്നു. എൻ്റെ അമ്മയെ ഒടുക്കത്തെ കാറ്റ്. കമ്മിങ് ടു ഫ്രണ്ട് ക്യാമറ, 5 മെഗാ പിക്സലിൻ്റെ ഒരു ഫ്രണ്ട് സെൽഫി ഷൂട്ടറാണ്. 5 മെഗാ പിക്സൽ ഷൂട്ടർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കിൽ കിട്ടുന്ന അത്രയും ആ ഒരു ഷാർപ്നെസ് നമുക്കിതിനകത്ത് ഫീൽ ചെയ്യില്ല. പക്ഷേ സാംസങ്ങിൻ്റെ അതേതായിട്ടുള്ള കുറച്ച് ആ ഒരു സ്കിൻ സ്മൂത്തനിങ്ങും കാര്യങ്ങളൊക്കെ ഇതിൽ കാണുന്നുണ്ട്. പക്ഷേ ഓവറോൾ സാംസങ് ഫോണുകളിൽ നമ്മൾ എടുക്കുന്ന സെൽഫീസ് അത്യാവശ്യം കുഴപ്പമില്ലാത്തതാണ്. ആ ഒരു കാര്യം ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആൻഡ് യെസ്, പോർട്രേറ്റ് മോഡും അവൈലബിൾ ആണ്. വീഡിയോഗ്രാഫിയുടെ കാര്യത്തിൽ 1080p 30 FPS ആണ്. ഫ്രണ്ടിലും ഒരു സാമ്പിൾ കാണാം. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ സാംസങ് ഗാലക്സി M13 5Gയുടെ ഫ്രണ്ട് ക്യാമറയിലൂടെ ഫുൾ HD 30 FPS റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ ആണ്. ആൻഡ് ഓഡിയോയും ഈ ഒരു സ്മാർട്ട് ഫോണിൽ തന്നെയാണ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. M13 5Gയിൽ നമുക്ക് 2 ക്യാമറ ലഭിക്കുന്നുള്ളൂ. M13 4G വേരിയൻറ്റിൽ നമുക്ക് 3 ക്യാമറ ലഭിക്കുന്നുണ്ട്. ഒരു മാക്രോ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ഈ സ്മാർട്ട് ഫോണിൽ സ്റ്റീരിയോ അല്ല, മോണോ സ്പീക്കേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് വൈഡ് ബാൻഡ് L1 സർട്ടിഫിക്കേഷൻ ഉണ്ട്. സോ നിങ്ങൾക്ക് ആമസോൺ പ്രൈം, നെറ്റ്ഫ്ലിക്സിലൊക്കെ HD കോണ്ടന്റ് ആസ്വദിക്കാനായിട്ട് പറ്റും. കൂടാതെ ഇതിൻ്റെ SAR വാല്യൂവും ലിമിറ്റിന് താഴെയാണ്. യെസ്, സോ ഇനി ഞാൻ ആ ഒരു ടാസ്കിൻ്റെ കാര്യം അല്ലെങ്കിൽ കൺഫ്യൂഷൻ അടുപ്പിച്ച കാര്യം ഞാൻ പറയാം. ഇതിൻ്റെ പ്രൈസിംഗ് ആണ്. ഇത് വന്നിരിക്കുന്ന പ്രൈസിംഗ് എന്ന് പറയുന്നത് എനിക്ക് ആക്ച്വൽ പ്രൈസിങ് അറിയില്ല കേട്ടോ. ആക്ച്വൽ പ്രൈസിങ് എനിക്ക് അറിയില്ല, ഇപ്പോൾ ലോഞ്ച് ആയതേ ഉള്ളൂ. പക്ഷേ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പെട്ടിക്ക് പുറത്തേരിക്കുന്ന പ്രൈസ് 19,499 റുപ്പീസാണ് MRP. എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു 15,000 to 20,000 റുപ്പീസാണ്. സോ നിങ്ങൾക്ക് ഞാൻ തരുന്ന ടാസ്ക്, ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോയിന്റുകൾ വെച്ച് നിങ്ങൾ ഈ ഒരു സ്മാർട്ട് ഫോണിനെ വിലയിരുത്തുകയാണെങ്കിൽ ഇതിന് എത്രയായിരിക്കും നിങ്ങൾ ജഡ്ജ് ചെയ്യാൻ പോകുന്ന പ്രൈസ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ആക്ച്വൽ പ്രൈസ് വരുമ്പോൾ ഞാനത് പിൻഡ് കമൻസിലിടാം. സോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രൈസും ആ ഒരു പിൻഡ് കമൻസിലെ പ്രൈസും ഈക്വൽ ആണോ, ഓൾമോസ്റ്റ് അടുത്തൊക്കെ വന്നോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പ്രൈസ്, ആ ഒരു ജസ്റ്റിഫിക്കേഷൻ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു പ്രൈസ് കൊടുത്തത് എന്നുള്ളതും ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. സോ 20,000 റുപ്പീസ് താഴെ ഒരു സാംസങ് 5G ഫോൺ നോക്കുവാണെങ്കിൽ ഇത് മാത്രമല്ല, ഇത് നമുക്ക് സാംസങ്ങിനെ തൊട്ട് മുന്നേ ലോഞ്ച് ചെയ്ത സാംസങ്ങിൻ്റെ F23 5G എന്ന് പറഞ്ഞതും ഒരു ഓപ്ഷനാണ്. അതും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും. ഡിസ്പ്ലേ നിങ്ങൾക്ക് ഫുൾ HD ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അതും ഒരു ഓപ്ഷനാണ്. സോ അത്രയേ ഉള്ളൂ നമ്മുടെ സാംസങ് M13 5Gയുടെ അൺബോക്സിംഗ് ആൻഡ് ക്വിക്ക് ഇംപ്രഷൻസ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, തുടർന്ന് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ബൈ.